ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർമാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നോളജ് ലഭിക്കുന്നുണ്ട്. സയൻറ്റിഫിക്കായ നോളജ് ലഭിക്കുന്നു, റിസർച്ച് ബേസ്ഡ് നോളജ്, എക്സ്പീരിയൻസ് ബേസ്ഡ്, ഇങ്ങനെ ഒരുപാട് നോളജുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കൺഫ്യൂസിങ് ആക്കുന്നൊരു സൈഡുണ്ട്, ഒരു നെഗറ്റീവ് സൈഡ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ട്രെയിനർമാർ പറയുന്നതാണോ ശരി, ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതാണോ ശരി, ഇങ്ങനെ കൺഫ്യൂസിങ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ ക്ലാരിറ്റി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയെ 2 ലെയറായിട്ട് തിരിക്കാം. ഇവിടെയാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. 1 ടെക്നിക്കൽ സൈഡ്, 2 സ്കിൽ എന്ന് പറയും. ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ അത് പക്ക സയൻസ് ആണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംസിൻ്റെ ബാക്ക് സൈഡിലുള്ള മസിലാണ് ട്രൈസിപ്സ്. ട്രൈസിപ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പുഷ് മസിലാണ്. പുഷ് മൂവ്മെൻറ്റ് ചെയ്താലാണ് അത് കൂടുതലായിട്ട് ആക്റ്റീവ് ആവുള്ളൂ. അവിടെ ഞാൻ ബൈസിപ്സ് കേളോ അല്ലെങ്കിൽ കേള് ചെയ്താൽ അത് കൂടുതൽ എൻഗേജ് ആക്കാൻ പറ്റില്ല. ഇതാണ് സയൻസ്. സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതിനെയാണ് സ്കിൽ എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ ട്രൈസിപ്സ് മസിലിനെ തന്നെ വെച്ചൊരു ഉദാഹരണം പറയാം. ഈ ട്രൈസിപ്സ് മസിൽ എങ്ങനെ പുഷ് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് സ്കില്ലിൽ വരുന്നത്. ഇത് അവരുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അവരെ റിസർച്ച് ചെയ്യുന്നതും ഉള്ളൊരു നോളജ് ആയിരിക്കും അവർ ഷെയർ ചെയ്യുന്നത്. ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോയിൽ 30 to 40% മാത്രമേ ടെക്നിക്കൽ സൈഡ്, അതായത് സയൻസ് ഉണ്ടാവുകയുള്ളൂ. ബാക്കി ഒരു 70 to 60% എന്തായിരിക്കും, സ്കില്ലായിരിക്കും. അതായത് അവരുടെ എക്സ്പീരിയൻസും അവരുടെ റിസർച്ചുമായിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കൺഫ്യൂസ് ആകുന്നത്. ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്നത് അവരുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാറ്ററിനെ വെച്ചിട്ട് നമ്മൾ എല്ലാ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർമാരും സംസാരിക്കുന്നത് സയൻസ് ആണെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷേ അത് വെവ്വേറെ അഭിപ്രായങ്ങളല്ല വരുന്നത്. അതിന് കാരണം അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ നിങ്ങൾക്ക് നോളജ് ഷെയർ ചെയ്തത്. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ ലഭിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ എത്രത്തോളം ടെക്നിക്കൽ സൈഡ് ഉണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് അതിന് വേണ്ടി നിങ്ങൾക്ക് ഗൂഗിളോ ChatGPT അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് മനസ്സിലാവും. ബാക്കി വരുന്ന സ്കിൽ ബേസുള്ള കാര്യങ്ങൾ, അവർ എക്സ്പീരിയൻസിൽ നിന്നും ഷെയർ ചെയ്യുന്ന നോളജുകൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇൻഫ്ലുവൻസറെ നിങ്ങൾ ഫോളോ ചെയ്യാവുന്നതാണ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അല്ലാതെ എല്ലാ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർമാരും ഒരേ അഭിപ്രായക്കാരായി വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇൻഫ്ലുവൻസർമാർ ആരാണോ അവരെ നിങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്യുക. ഇതുപോലെ ഫിറ്റ്നസ് മേഖലയിൽ ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.